യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവിൻ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളോട് കൂടെ പാർക്കേണ്ടതിന് ഇമ്മാനുവേലായി താണിറങ്ങി വന്ന ആ സുദിനത്തെ ഈ നാളുകളിൽ ഓർക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ആത്മീക സന്തോഷം അനുഭവിക്കുന്നതിനും ഞങ്ങൾക്ക് ഈ നാളുകളിൽ സഹായിച്ചിരിക്കാൻ സ്തോത്രം. അതിൻ്റെ ഭാഗമായി നടന്നു വരുന്ന കരോൾ ശുശ്രൂഷയെയും അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും തിരുസാന്നിധ്യം പകരണം. ഇന്ന് നടക്കുന്ന ആരാധനയിൽ അവൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ആദിയോടെന്ത് അങ്ങ് കൂടെ ഇരിക്കണമേ. ദൈവവചനം വായിക്കാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥിപ്പാൻ ശക്തരാക്കണം. ഗായക സംഘത്തെയും ശക്തീകരിച്ച് ബലപ്പെടുത്തണം. വന്നിരിക്കുന്നവരെയും വരേണ്ടുന്നവരെ ഒരുപോലെ അനുഗ്രഹിക്കണമേ. യേശുവിൻ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 39-ാമത്തെ പാട്ട് നമുക്ക് പാടാം. വാഴ്ത്തിടുന്നു 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 ഞാൻ. 39-ാമത്തെ പാട്ട്. ആരാധനക്രമം 7-ാം പുറം 5-ാമത്തെ സ്തുതി ലിത്യാനി ഉപയോഗിച്ച് വലിയവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം ആത്മാവാകുന്നു. അവിടെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു. അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു,
ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങളേറ്റു പറയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോട് ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ശാന്തമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പോരായ്മകളെയും, എല്ലാ അനുസരണക്കേടുകളെയും, പാപങ്ങളെ, ലംഘനങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട്, അപ്പോൾ ഞാൻ തിരുസന്നിധിയിൽ പിഴച്ചുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാം. പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കാം. നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പീൻ. എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെ ചൊല്ലി അനുതപിക്കും. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. 11-ാം പുറം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകിയ എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്ത് അങ്ങയ്ക്ക് അനിഷ്ടമായുള്ള ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹൃദയത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷാനന്ദം എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ശാസ്ത്രികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങൾ കാണാതെ കൊണ്ട് അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നെ എടുക്കുകയും വരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. അവിടെ നമ്മുടെ പാപങ്ങൾക്കത്തോണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കത്തോണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ഇന്നയോളം നമ്മുടെ ജീവിതങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ ഒക്കെ ചെയ്തിരിക്കുന്ന വലുതും ചെറുതുമായ എല്ലാ നന്മകളെയും ഉപകാരങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കുകയും അതിനായി സ്തോത്രം അർപ്പിക്കുകയും ചെയ്യാം.
സ്തോത്ര പ്രാർത്ഥനയായി 19-ാം പുറത്തുള്ള മറിയുടെ പാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിനെ എൻ്റെ രക്ഷിതാവ് ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് എൻ്റെ ദാസുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തൻ്റെ കരുണ തലമുറകളെ ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ വേർതിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും തൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ. ഇപ്പോൾ 1-ാം പാഠമായി പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സെഖര്യാവ് 2-ാം അധ്യായം 6 മുതൽ 13 വരെ. സെഖര്യാവ് 2-ാം അധ്യായം 6 മുതൽ 13 വരെ. ഹേ വടക്കേ ദേശം വിട്ടോടുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിൻ്റെ 4 കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈകൊലുക്കും. അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക. ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദായെ തൻ്റെ ഓഹരിക്കായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിപ്പിൻ. അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിപ്പിൻ. അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഇവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തന 50 1 മുതൽ 15 വരെ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 50 1 മുതൽ 15 വരെ. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. അവൻ്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു. അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റ് അടിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. എൻ്റെ ജനമേ, കേൾക്കാൻ ഞാൻ സംസാരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ട് കൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ട് കൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ഒരുമിച്ച് വായിക്കാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും.
ഇപ്പോൾ നമുക്ക് വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. ഇന്നത്തേക്കുള്ള വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെ. കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു നമ്മോട് ഈ പറയുന്നത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞൂന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളകയില്ല. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നാം ശ്രവിച്ചത് തിരുവചനം. ഈ തിരുവഴുത്തുകളിലൂടെ ദൈവം നമ്മോട് തുടർന്നും സംസാരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറത്തിലുള്ള അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകയായി ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ ദൈവസന്നിധിയിൽ മടക്കാം. ആഗമനകാലത്തിൻ്റെ ഈ 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്നുകൂടെ പുതുക്കുന്നതിനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ മഹാഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളായിരുന്നു നമുക്ക് ആലയത്തിലേക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇന്നും ലോകത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്ന അനേകം പേരുണ്ട്. അപ്രകാരമുള്ളവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിതീവ്രമായി ഇന്നും ഈ രോഗം വ്യാപിക്കുന്ന രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. എത്രയും വേഗം ഈ മഹാമാരിയിൽ നിന്നൊരു ശമനമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഇതിനു വേണ്ടി ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ ശാസ്ത്രലോകം കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. ദൈവിക ജ്ഞാനത്താൽ എത്രയും വേഗം അത് സാധ്യമാകുന്നതിനും ഈ ലോകത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നതിനും ദൈവകൃപയാൽ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നാളുകളിൽ ആരോഗ്യപ്രവർത്തകരായി മറ്റിതരങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ശക്തീകരിക്കുന്നതിനായി
ഫലവത്തായിട്ടുള്ള ശുശ്രൂഷകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ദൈവം സഹായിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിനായി, സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിലും സംസ്ഥാനത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഈ രോഗത്തിൻ്റെതായിട്ടുള്ള വ്യാപനം അതിശക്തമായിരിക്കുന്നു. അപ്രകാരമുള്ള പ്രദേശങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇത്രയും വേഗം ദൈവികമായ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ പരിശുദ്ധ ആലയത്തിനായി, ആലയത്തിൻ്റെ എല്ലാവിധമായ ശുശ്രൂഷകൾക്കായും നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ നാളുകളിൽ ആലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. കരോൾ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ചയിൽ നടക്കുവാൻ പോകുന്ന ക്രിസ്മസ് ആരാധനകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആലയത്തിന് വിധങ്ങളായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. വൈദികർക്കായി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഭാ കമ്മിറ്റിക്കായി, വിവിധങ്ങളായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, ഗായക സംഘത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവം ആശീർവദിക്കുന്നതിനായി, ശക്തീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. കപ്യാശുശ്രൂഷ ചെയ്യുന്ന പ്രിയ പിതാവിനായി, കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിൻ്റെ എല്ലാവിധമായ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മിഷൻ വീടിൻ്റെ നിർമ്മാണ പണികൾക്ക് വേണ്ടി ഛത്തീസ്ഗഡിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആലയത്തിൻ്റെ നിർമ്മാണ പണികൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത്രയും വേഗം അത് പൂർത്തീകരിക്കുന്നതിന് ദൈവം സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തോട് യാചിക്കാം. നമ്മുടെ ആലയത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളുടെയും ആവശ്യങ്ങൾ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടയിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ശസ്ത്രക്രിയകൾക്ക് വിധേയമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ശസ്ത്രക്രിയകൾ കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്രകാരമുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവീകമായിട്ടുള്ള ആശ്വാസവും സൗഖ്യവും പ്രാപിക്കുന്നതിന് ദൈവമേ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. മറ്റിതരങ്ങളായ ആവശ്യഭാരങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, തൊഴിലുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരിക്കുന്നവർ, തൊഴിലുകൾ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവർ, കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലായിരിക്കുന്നവർ, ഏകാന്തതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധനും കാരുണ്യവാനുമായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതവും ശാന്തവുമായ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ തൃപ്പാദപീഠത്തിലേക്ക് കടന്നു വരുന്നതിനും അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിനും അങ്ങ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയ്ക്ക് അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ അച്ഛനായി, ഞങ്ങളിന്ന് കേൾക്കേണ്ടുന്ന വചനത്തിനായി, വചനം സംസാരിക്കുന്ന പ്രിയ അച്ഛനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആരാധനയ്ക്ക് വിധങ്ങളായ നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയാൽ, ദൈവിക കൃപയാൽ ആയിരിക്കുന്നതിന് ഓരോ പ്രിയപ്പെട്ട മക്കളെയും സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നതിനും ഞങ്ങളെ ആവശ്യങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നതിനും അങ്ങ് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഈ ആലയത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവേ, ഞങ്ങളുടെ ആലയത്തിൻ്റെ വിവിധ ശുശ്രൂഷകളെ ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇത്രത്തോളം കരുതുന്ന കൃപയ്ക്കായി, വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം അർപ്പിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും അവിടുന്ന് പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ദയമായ കർത്താവേ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ആലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം കരയറ്റുന്നു. ദയമായ കർത്താവ് തുടർന്ന് വഴി നടത്തണമേ. അനുഗ്രഹങ്ങളാൽ, നന്മകളാൽ നിറയ്ക്കുന്നതിനെ ഈ ആഗമനകാലം ഏറെ അനുഗ്രഹീതമായി, അർത്ഥവത്തായി ഞങ്ങൾ ആചരിക്കുവാനൊക്കെ ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയമായ കർത്താവേ, ഞങ്ങളുടെ ആലയത്തിലുള്ള എല്ലാ കുടുംബങ്ങൾക്കായും ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് കരം പിടിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രതിസന്ധിയിലും അവിടുന്ന് പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കുന്നു.
അറിയുന്നുവല്ലോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള ക്ഷീണങ്ങളാലും പ്രയാസങ്ങളാലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അപ്രകാരമുള്ള ഒരു തൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലഹീനതയിലും കരുതാങ്ങി പ്രിയപ്പെട്ട മക്കളെ വഴി നടത്തുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ആലയത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ആരാധിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിലും ഭവനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടെ തൃക്കൺ പാർക്കണമേ. വരുന്ന നാളുകളിൽ തന്നെ ഒരുമിച്ച് കൂടി ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പ്രിയപ്പെട്ട മക്കളെ ദൈവകൃപയാലങ്ങ് സഹായിക്കണമേ. ബലഹീനതകൾ അവിടെ നിന്ന് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവിടെ നിന്ന് വിടുവിക്കണമേ. ഏകാന്തതകളെ അവിടെ നിന്ന് മാറ്റണമേ. ദൈവിക സന്തോഷത്തിൽ സമാധാനത്തിലായിരിക്കുവാൻ അങ്ങ് സഹായിക്കണം. അങ്ങ് വേണ്ടി നല്ല കൃപകളും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾക്ക് വേണ്ടി വിവിധ നിലകളിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ ആലയത്തിലുള്ള പ്രിയപ്പെട്ട മക്കളുണ്ട്. എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഔദ്യോഗിക മേഖലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഔദ്യോഗിക മേഖലയിൽ നിന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവർ, കച്ചവടം ചെയ്ത് ഉപജീവനം നയിക്കുന്നവർ, വാഹനം ഓടിക്കുന്നവർ, കൃഷികാര്യാദികളായിരിക്കുന്നവർ, കൂലിവേലകൾ ചെയ്ത് ഉപജീവനം നടത്തുന്നവർ, മറ്റ് ഇതരങ്ങളായിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവമായ കർത്താവ് മറ്റിതരങ്ങളായിട്ടുള്ള ഉപജീവനത്തിൻ്റെ വഴികളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആലയത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലെ പഠനത്തിനായും തൊഴിലിന് വേണ്ടി കടന്നുപോയിരിക്കുന്ന അനേകം മക്കളുണ്ട്. അപ്രകാരമുള്ളവരെ ഞങ്ങൾ തൃക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, പ്രിയപ്പെട്ട മക്കളായിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയും അനുഗ്രഹങ്ങളും നന്മകളും പകരുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകരങ്ങളിൽ പ്രിയപ്പെട്ടവർ സുരക്ഷിതരായിരിക്കുന്നതിനും ദൈവിക കൃപയിൽ ആയിരിക്കുന്നതിനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ ജീവിതങ്ങൾ ഉണ്ടാകുന്നതിന് ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ആലയത്തിലുള്ള യൗവന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനകാലത്ത് ഉച്ചയിരിക്കാതെ ദൈവ സന്നിധിയിൽ അനുഗ്രഹവും ശ്രേഷ്ഠമുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും അവിടെ നിന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൊഴിലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് അനുഗ്രഹീതമായ ഉപജീവനത്തിൻ്റെ വഴികളെ അവിടെ നിന്ന് തുറന്നു നൽകുമാറാകണമേ. കുടുംബ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് ആശീർവദിക്കണമേ. തക്ക സമയത്ത് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവമായ കർത്താവ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, തലമുറകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം തലമുറകളെ നൽകി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന നമ്മുടെ ആലയത്തിലെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കുകയും സമാധാനത്തെ അനുഗ്രഹത്തെ അവിടെ തക്ക സമയത്ത് പകർന്ന് പ്രിയപ്പെട്ട മക്കളെ അവിടെ നിന്ന് ആശിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ആലയത്തിൽ പ്രൊഫഷണൽ കോഴ്സുകളിലും മറ്റ് കർത്താവെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നാളുകളിലുള്ള വിദ്യാഭ്യാസമെല്ലാം പ്രിയപ്പെട്ട മക്കൾ അനുഗ്രഹീതമായി നിറവേറ്റുന്നതിനും അനുഗ്രഹമുള്ള ഭാവിയുള്ള മക്കളായി തീരുന്നതിനും അങ്ങ് സഹായിക്കണം. കർത്താവെ, പഠനത്തിലായിരിക്കുന്ന മറ്റ് കുഞ്ഞുങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ഇന്നാളുകളിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറെ അനുഗ്രഹീതമായി പ്രിയപ്പെട്ട മക്കൾ പഠനത്തിൽ മുന്നേറുവാൻ മികവ് കാണിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. രോഗങ്ങളോ ബലഹീനതകളോ കൂടാതെ കാക്കണമേ. ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആലയത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. അപ്രകാരമുള്ളവരെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളിൽപ്പെട്ട് ചികിത്സയിലായിരിക്കുന്നവർ, മറ്റ് ശസ്ത്രക്രിയകൾക്ക് വിധേയരായിരിക്കുന്നവർ, ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവ് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആശ്വാസത്തെ, സമാധാനത്തെ, സൗഖ്യത്തെ അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ആലയത്തിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലായിരിക്കുന്ന ചില കുടുംബങ്ങളെങ്കിലുമുണ്ട്. അപ്രകാരമുള്ള കുടുംബങ്ങളിൽ അവിടുന്ന് ഇടപെടുമാറാകണമേ. ഏറെ സന്തോഷവും അനുഗ്രഹവും ദൈവം വസിക്കുന്ന അവസരവും ഓരോ ഭവനങ്ങളിലും അവിടുന്ന് പ്രദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങൾ പണിയുവാൻ ആഗ്രഹിക്കുന്ന, ഭവനങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം അനുഗ്രഹീതമായ ഭവനങ്ങളിലായതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുന്നതിനും ഓരോ പ്രിയപ്പെട്ട മക്കളെയും അങ്ങ് സഹായിക്കണമേ. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കടഭാരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. കർത്താവെ, പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ അവിടെ സ്വർഗീയ ഭണ്ഡാരം ആവശ്യമായ നന്മകൾ പകരണമേ. തൊഴിലുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ആലയത്തിലുള്ള പ്രിയപ്പെട്ട മക്കളുണ്ട്. അപ്രകാരമുള്ളവരെയും ദൈവമായ കർത്താവ് കാണണമേ. അനുഗ്രഹീതമായ തൊഴിലുകൾ ലഭിക്കുവാൻ ദൈവകൃപയിൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റിതരങ്ങളായിട്ടുള്ള ആവശ്യ ഭാരങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ ആലയത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല അനുഗ്രഹീതമായിട്ടുള്ള ഒരു നല്ല നാളുകൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേശത്തിനായി, ദേശവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത ജാതി മതസ്ഥരായി ഈ ദേശത്ത് പാർക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹങ്ങളും നന്മകളും ഓരോ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മക്കളിലുമുണ്ടായി സമാധാനത്തോട് പാർക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാതയോരത്ത് കർത്താവ് കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ സ്ഥാപനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റിതരങ്ങളായിട്ടുള്ള ആവശ്യ ഭാരങ്ങളിൽ ഞങ്ങളുടെ ചുറ്റുപാടുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹവും നന്മകളും അവരുടെ മേലും അവിടുന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഹായിടയ്ക്ക് വേണ്ടി സ്തോത്രം. എല്ലാ ഭരണനേതൃത്വങ്ങളെയും കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി രാജ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു. ജനക്ഷേമവും സുസ്ഥിരമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കുവാൻ എല്ലാ ഭരണാധിപന്മാരെയും ദൈവകൃപയാൽ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമുള്ള നല്ല നാളുകൾ ഈ നാളുകളിൽ ഉണ്ടാകുവാൻ ദൈവകൃപയാൽ അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ തുടർന്നും അവിടുത്തെ കൃപ കൂടിയിരിക്കണം. ഞങ്ങളിന്ന് കേൾക്കേണ്ടുന്ന വചനം തേടുന്ന വാഴ്ത്തി വിശദീകരിച്ച് അനുഗ്രഹിച്ച് നൽകണം. അങ്ങ് തന്നെ ഞങ്ങളെ കൃപയാളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുശം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷങ്ങളും മെടിപ്പിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഇപ്പോൾ ഗായക സംഘം ഒരു പ്രത്യേക ഗാനം ആലപിക്കുമ്പോൾ ഇന്നത്തേക്കുള്ള സ്തോത്ര കാഴ്ച സ്വീകരിക്കും.
സമർപ്പിച്ചിരിക്കുന്ന കാണിക്കകൾക്കായി വഴിപാടുകൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ജന്മനാൾ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നു അഖില ചന്ദ് RT ഹൗസ്, ഹെലൻ തുണ്ടുകലയ്ക്കാട്. പ്രത്യേക നേർച്ചകൾ സമർപ്പിച്ചിരിക്കുന്നവർ H. ബാബു SS സദനം, സിജിൻ സാഫല്യം, രാജമണി തെറ്റിവിള, ആശുപത്രി വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട EL മിനി, പ്രസവസ്തോത്രം കഴിച്ച സാനി, അനിൽ W, സൗമ്യ, ആദർശ്, അഭിനന്ദ് തെറ്റിവിള കുടുംബമായി നേർച്ച സമർപ്പിച്ചിരിക്കുന്നു. നിത്യതയിൽ പ്രവേശിച്ച് 2 വർഷം പൂർത്തിയാകുന്ന സ്റ്റീഫൻ എന്ന പിതാവിനെ സ്മരിച്ചുകൊണ്ട് പ്രത്യേക വഴിപാട് സമർപ്പിച്ചിരിക്കുന്നു. ഈ കാണിക്കകൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വഴിപാടുകളും കാണിക്കകളുമായി കടന്നു വരുവാനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ കാണിക്കകൾ സമർപ്പിക്കുവാനും സഹായിച്ചല്ലോ. തിരുസന്നിധിയിൽ അടിയങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ വഴിപാടുകൾ ദൈവം വാഴ്ത്തണമേ. സമർപ്പിച്ച എല്ലാവർക്കും 10 മടങ്ങായ നന്മകൾ നൽകി കർത്താവെ അവിടുന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ നേർച്ചകൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ജന്മനാൾ കാണിക്ക സമർപ്പിച്ച പ്രിയപ്പെട്ടവർക്ക് പുതിയ വർഷത്തെ പിതാവ് അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹത്തിൻ്റെ കാലമായി വേർതിരിക്കണമേ. വ്യക്തിപരമായും കുടുംബമായും നേർച്ച സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യും. എൻ്റെ മക്കളുടെ നേർച്ചകൾ അംഗീകരിക്കണമേ. ദൈവമേ, അവരുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ നിറവ് നൽകി എല്ലാവരെയും ക്ഷേമമായി പരിപാലിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് കാണിക്കകളായി സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തിരുസന്നിധിയിലേക്കടിയിൽ സമർപ്പിക്കുന്ന വഴിപാടുകളെ അവിടുന്ന് വാഴ്ത്തി ആശീർവദിച്ച് നന്മയാൽ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധനയിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയവനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പൊതുവായി ഓർമ്മിപ്പിക്കുവാനുള്ള ചില പരസ്യങ്ങളുള്ളത് വായിക്കുന്നു. ഒരു വിവാഹ പരസ്യം. പെരിങ്ങമല ഡിസ്ട്രിക്റ്റിൽ പെരിങ്ങമല സഭയിൽ രാജൻ സതീഷ് കുമാരി എന്നിവരുടെ മകൻ അരുൺ രാജും, നെയ്യാറ്റിൻകര ഡിസ്ട്രിക്റ്റിൽ ഓലത്താന്നി സഭയിൽ രാജേന്ദ്രൻ സുനി എന്നിവരുടെ മകൾ രാഖി S. രാജേന്ദ്രനും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും തെളിയിക്കാമെങ്കിൽ അത് ഇന്ന് മുതൽ 10 ദിവസങ്ങൾക്കകം സഭയിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ഇത് ഇവർക്ക് 1ാമത്തെ അറിയിപ്പ്. അരുൺ രാജ് പള്ളിക്കകത്തുണ്ട്. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് അരുൺ രാജിൻ്റെ ജീവിതത്തിനായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഒരു വിവാഹ ജീവിതത്തിലൂടെ ഒരു പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ അരുൺ രാജനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ്റെ ജനനം മുതൽ ഇതുവരെയുള്ള വളർച്ചയിൽ അവിടുന്ന് കൂടെ ഇരുന്നു. കുടുംബത്തിലും ദേശത്തിലും സഭയിലും മാതൃകാപരമായി ജീവിക്കുവാൻ സഹായിച്ചല്ലോ. എൻ്റെ മകൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാ ഒരുക്കങ്ങളെയും അനുഗ്രഹിക്കണമേ. സന്തോഷത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിന് സാക്ഷ്യമുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ നിൻ്റെ മകനെ സഹായിക്കണം. വിവാഹദിനത്തിൽ ദൈവകൃപ ധാരാളമായി അനുഭവിപ്പാൻ സഹായിക്കണമേ. കുടുംബമായി നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ മകനെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. മറ്റ് പ്രത്യേകമായ അറിയിപ്പുകൾ. നമ്മുടെ കരോൾ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. 22-ാം തീയതിയോടുകൂടെ കരോൾ ശുശ്രൂഷ അവസാനിക്കുകയാണ്. ഇന്നു മുതലുള്ള 3 ദിവസത്തെ കരോൾ ശുശ്രൂഷകളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇന്ന് തിരുവനന്തപുരം കേന്ദ്രമാക്കിയുള്ള വീടുകളാണ് കരോൾ പാടുന്നത്. കരോളിൽ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ കഴിഞ്ഞ ദിവസത്തിൽ അറിയിച്ചിട്ടതുപോലെ 5:30 മണിക്ക് തന്നെ പള്ളിയിൽ എത്തിച്ചേരാനായിട്ട് അറിയിക്കുന്നു. നമ്മൾ വാഹനത്തിലാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. അതുകൊണ്ട് നേരത്തെ എത്തിച്ചേരുവാനായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ക്രിസ്മസ് ധാന്യലേലത്തിൻ്റെ കവർ എല്ലാ ഭവനങ്ങളും നൽകിയിട്ടുണ്ട്. പരിമിതമായ കവറുകളാണ് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. ക്രമമായി നമ്മൾ ലേലം നടത്തുകയാണെങ്കിൽ ഇന്നാണ് ലേലം നടക്കേണ്ട ദിവസം. ലേലത്തിന് നമ്മൾ
ലേലം വിളിക്കുന്നതിനുള്ള അസാധ്യത കൊണ്ടാണ് കവറുകൾ നൽകിയത്. ഉപേക്ഷ കൂടാതെ എല്ലാ ഭവനക്കാരും ധാന്യലേലത്തിൽ പരമാവധി സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് ലഭ്യമാകാനുള്ള പ്രധാനപ്പെട്ട ആരാധനകളാണ് ക്രിസ്തുമസിൻ്റെ ആരാധനകൾ. 24-ാം തീയതി വൈകുന്നേരം 7 മണിക്കും 25-ാം തീയതി രാവിലെ 7 മണിക്കുമാണ് ക്രിസ്തുമസിൻ്റെ വൈകുന്നേര ആരാധനയും പ്രഭാത ആരാധനയും നടത്തപ്പെടുന്നത്. എല്ലാവരെയും ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പള്ളിയുടെ ഈ ഭാഗത്തുകൂടെ ആളുകൾക്ക് ഇരിക്കത്തക്കതായ ക്രമീകരണങ്ങൾ ചെയ്യുകയും ആരാധന അവിടെ നിന്നുകൊണ്ട് നേരിട്ട് കാണത്തക്കതായ രീതിയിലുള്ള ആരാധന ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടാണ് 24-ാം തീയതി രാത്രിക്കുള്ള ആരാധന ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് വരുന്ന എല്ലാവർക്കും ഇരിക്കാനുള്ള അവസരമുണ്ട്. കടന്നു വരുമ്പോൾ മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത എല്ലാവർക്കും ക്രിസ്മസ് ആരാധനകൾ പങ്കെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. താല്പര്യമായി എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് അറിയിക്കുന്നു. 2 ആരാധനകളും വിശേഷാൽ വഴിപാടുകൾ സ്വീകരിക്കുന്നതാണ്. 25-ാം തീയതി രാവിലെയുള്ള ആരാധനയിലെ സ്തോത്രക്കാഴ്ച മിഷണറി കാണിക്കയായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും എടുക്കാറുള്ളത്. ഈ വർഷവും അന്നത്തെ ആരാധനയിലെ സ്തോത്ര വഴിപാട് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിവരുന്ന മിഷണറിമാരെയും ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് അർപ്പിക്കുന്ന വഴിപാടാണ്. പ്രാർത്ഥനയോടെ അതിനുവേണ്ടി തയ്യാറാകുവാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വരുന്ന 26-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് സഭാ കമ്മിറ്റി ഉണ്ട്. എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകമായി 26-ാം തീയതിയുള്ള സഭാ കമ്മിറ്റിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. ഈ ആഴ്ചയിൽ ജന്മനാൾ വിവാഹ വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നവർ 22-ാം തീയതി ഏലിയാമ്മ ജസ്റ്റിൻ കോട്ടേജ്, പ്രദീപ് എസ് എൽ ഭവൻ. 23-ാം തീയതി ആര്യ ഭവൻ. 24-ാം തീയതി റീന ജോസ് ഷാരോൺ. 25-ാം തീയതി ജയ്സിംഗ് ബദലഹേം. 26 അലീന എസ് അജയ് റോസ്വില്ല, ശൈലജ RS മന്ദിരം, അഞ്ജന രാജ് RJ ഹൗസ്. 27-ാം തീയതി സുമതി വലിയവിള, ജോയി ചരിവിള, അരുൺ പ്ലാവിള, ഷബിത ബഥേൽ. വിവാഹ വാർഷികം 21-ാം തീയതി മോഹൻദാസ് ജയ ദാസ് ഭവൻ, അംബി സനൽകുമാരി സായുജ്യം. 22-ാം തീയതി ജയരാജ് ഷൈനി ഒലിവിടയിൽ. 23-ാം തീയതി ഷൈജു നിഖില SS കോട്ടേജ്. 26-ാം തീയതി നോബൽ രേഷ്മ DS ഭവൻ, സോമൻ സെറീനാബായി ചെറുവിള, ബ്രൈറ്റ് സിംഗ് ഫ്ലോറി ബെൽ ഭവൻ. ഇവർക്ക് സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് കിറ്റ് വിതരണവും വസ്ത്രദാനവും നൽകുന്ന ഒരു പതിവ് നമുക്കുണ്ട്. ഈ വർഷവും അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പൂർ ഫണ്ടിൻ്റെ നേതൃത്വത്തിലാണ് അത് ചെയ്തു വരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിലെ സാമ്പത്തിക പരിമിതികൾ സഭയ്ക്കുണ്ട് എങ്കിലും എല്ലാ വർഷവും ചെയ്തു വരുന്ന ഈ ഒരു ശുശ്രൂഷ ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ടായതനുസരിച്ച് അത് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എന്നാൽ ഇന്ന് പള്ളിയിൽ വെച്ച് അത് വിതരണം ചെയ്യുന്നതിനുള്ള സാധ്യത പരിമിതമായതുകൊണ്ട് ഇന്ന് 2 പേർക്ക് പള്ളിയിൽ വെച്ച് അത് നൽകുന്നു. മറ്റ് ഈ വസ്ത്രങ്ങളും കിറ്റും വാങ്ങാനുള്ളവർ ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പള്ളിയുടെ പുറത്ത് ഓഫീസ് റൂമിൽ വെച്ച് നൽകുന്നതാണ്. അല്ലാത്തവർക്ക് ഭവനങ്ങളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. ഇന്ന് വന്നിട്ടുള്ളവർ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന് സാധ്യത നൽകിയത്, കിറ്റ് നമുക്ക് സംഭാവനയായിട്ട് നൽകിയത് നമ്മുടെ സഭാംഗമായ സ്നേഹമുള്ള ജോൺ വിക്ടറും കുടുംബവുമാണ്. എല്ലാ വർഷവും അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിലും നമ്മൾ കിറ്റ് നൽകാനായിട്ട് ആഗ്രഹിച്ച എല്ലാ കുടുംബങ്ങൾക്കും അദ്ദേഹം ക്രിസ്മസ് ഗിഫ്റ്റായി ആ ഒരു സംഭാവന കിറ്റ് നൽകിയിട്ടുണ്ട്. പ്രിയ സഹോദരനും കുടുംബത്തിനും സഭയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ പേരിൽ മഹായിടവകയിൽ നിക്ഷേപിച്ചിട്ടുള്ള ചില ട്രസ്റ്റ് ഫണ്ടുകളും എൻഡോൾമെൻറ്റ് ഫണ്ടുകളുമുണ്ട്. അത് നമ്മുടെ സഭയിലെ ധാരാളം പേർ അവരുടെ പ്രിയപ്പെട്ടവരെയോ തങ്ങളുടെ സ്വന്തം പേരിലോ ഒക്കെ നിക്ഷേപിച്ചിട്ടുള്ള ഫണ്ടുകളാണ്. അങ്ങനെയുള്ള ഫണ്ടുകളിൽ നിന്ന് 35 ഫണ്ടുകൾ ഇപ്പോൾ നമ്മൾ മഹായിടവകയ്ക്ക് നൽകി അതിൻ്റെ പലിശ പിൻവലിച്ചു. പലിശ മുഴുവൻ എത്തിച്ചേർന്നിട്ടില്ല. പലിശ പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചു. ആ 35 ആളുകളുടെയും പേരിൽ ലഭ്യമായ പലിശയുടെ പൈസ കൊണ്ടും കൂടെയാണ് വസ്ത്രം വാങ്ങാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് ആ 35 പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് പ്രത്യേകിച്ച് സഭയിൽ പ്രാർത്ഥനയോടുകൂടി ഓർക്കുന്നു. സമയപരിമിതി കൊണ്ട് എല്ലാവരുടെയും പേരുകൾ വായിക്കാനായിട്ട് ഇപ്പോൾ മുതിരുന്നില്ല. പിന്നെ ഒരിക്കൽ പിന്നാലെ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ചിലരൊക്കെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെയാണ് ഇതിൻ്റെ പങ്കാളികളായിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള സന്തോഷവും പ്രാർത്ഥനയും നേരുന്നു. കിറ്റ് വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ കഴിഞ്ഞ വർഷം വാങ്ങിയ എല്ലാവർക്കും ഈ വർഷം കിറ്റില്ല. കുറേ ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചില കാരണങ്ങളുണ്ട്. അത് പിന്നാലെ നമുക്ക് മനസ്സിലാകും. ബാക്കി മുതിർന്ന അമ്മമാരെയൊക്കെ അതിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ഓഫീസിൽ നിന്ന് നിങ്ങൾ കിറ്റ് വാങ്ങാം. ഇപ്പോൾ അതിൻ്റെ നോമിനലായിട്ട് 2 പേർക്ക് അമ്പിളി പുത്തങ്കാനം, ലളിത പുത്തങ്കാനം പള്ളിയിൽ അവർ വന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അവർ 2 പേരും മുമ്പോട്ട് വന്ന് ആ കിറ്റ് വാങ്ങേണ്ടതാണ്. ഈ ആഴ്ച പ്രധാനമായും ക്രിസ്തുമസിൻ്റെ ആഴ്ച കൂടെയാണ്. നമ്മളെല്ലാവരും നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നവരാണ്. ഇന്നിൻ്റെ സാഹചര്യം മനസ്സിൽ പൂർണ്ണമായി ബോധ്യപ്പെടുക. യാത്ര ചെയ്യുമ്പോഴും നമുക്കാവശ്യമായ വിഭവങ്ങൾ വാങ്ങാനായിട്ട് കടകളിലും ചന്തകളിലുമൊക്കെ പോകുമ്പോഴും പള്ളിക്കകത്ത് മാത്രമാണ് തിരക്ക് കുറവ്. റോഡിലൊക്കെ എത്രത്തോളം തിരക്ക് കൂട്ടാമോ അത്രയും തിരക്കുണ്ട്. നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ ശ്രദ്ധിക്കാനും വളരെ ജാഗ്രതയോടുകൂടെ ഈ നാളുകളിൽ നമുക്കായിരിക്കാം. പൊതുവിൽ കേൾക്കുന്ന ഒരു വാർത്ത, ഇലക്ഷൻ കഴിഞ്ഞു, ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നു, COVID-19 കൂടുതൽ കൂടി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള വാർത്തകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായ സ്വയം സുരക്ഷിതത്വം വരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. പ്രാർത്ഥനാപൂർവം എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. ക്രിസ്മസ് ആഘോഷങ്ങൾ ദൈവകൃപയുള്ള നല്ല നാളുകളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവകൃപ നേരുകയും ചെയ്യുന്നു. ഓക്കെ, ഈ സമയത്ത് എല്ലാവർക്കും എഴുന്നേറ്റ് പാട്ടുപുസ്തകത്തിലെ 347 ഗീതം പാടി ദൈവവചന സന്ദേശത്തിനായിട്ട് ഒരുങ്ങാം. ും
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ ഇറങ്ങി വന്ന ഞങ്ങളുടെ വലിയവനായ ദൈവമേ, ഈ അനുഗ്രഹീതമായ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ആ കൂടിവരവിൻ്റെ സന്തോഷം, കൂട്ടായ്മയുടെ സന്തോഷം സമൃദ്ധിയായി അനുഭവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സഹായിക്കണമേ. ഇന്നത്തെ ആരാധനയിലും അല്പസമയം ഞങ്ങൾ ദൈവവചനത്തിൻ്റെ മുന്നിലേക്ക് അടുത്തു വരുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറച്ച് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ആരാധനയിൽ, പ്രത്യേകിച്ച് ആഗമന കാലഘട്ടത്തിൻ്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിനേക്കാളേറെ ക്രിസ്തുമസ് ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്വാഭാവികമായി ഈ ഒരാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദത്തിൻ്റെ, ആഹ്ലാദ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യമേ ക്രിസ്തുമസിൻ്റെ എല്ലാ സന്തോഷവും എല്ലാ ആനന്ദവും ആശംസിക്കുന്നു. എന്നത്തെക്കാളും നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിനെ മറന്നുപോകാതിരിക്കണം എന്നുള്ളതാണ്. കോവിഡ്-19 വ്യാപനം ലോകത്തിൽ ഭീതിയായി നിലനിൽക്കുന്നു. അതിനൊരു അയവ് വന്നിട്ടില്ല. പരിമിതപ്പെടുത്തലുകൾ പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിട്ടില്ല. കോവിഡ്-19 വ്യാപനം സ്വാഭാവികമായി നിൽക്കുമ്പോൾ തന്നെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ, മഴ കൊണ്ടുള്ള മറ്റുള്ള പ്രതിസന്ധികൾ, സാമ്പത്തികമായ തകർച്ച, അങ്ങനെ സമൂഹത്തിൽ നമുക്ക് ഭയമുണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചിന്താവിഷയം നമുക്ക് നൽകുന്നത് ആനന്ദിക്കുക, കർത്താവ് സമീപസ്ഥൻ എന്നത്. സന്തോഷിക്കാൻ വകയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സന്തോഷിക്കുക എന്ന് നമ്മോട് പറയുമ്പോൾ എവിടെയാണ് ഈ സന്തോഷത്തിൻ്റെ വക? രോഗം ഭീതിയായി നിൽക്കുമ്പോൾ, സാമ്പത്തിക പരാധീനതകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും വാക്ക് നമുക്ക് നൽകുന്നത് ആനന്ദിക്കുക, സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ സാധ്യതകളെ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത് എവിടെയാണ് സന്തോഷിക്കേണ്ടത്? സന്തോഷിക്കാനുള്ള മാർഗം വേദപുസ്തകത്തിലൂടെ ഇന്നത്തെ ചിന്താഭാഗം നമുക്ക് നൽകുന്നത് കർത്താവ് സന്തോഷത്തിൻ്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ സന്തോഷമെന്ന രക്ഷിതാവ് നമുക്ക് സമീപസ്ഥനായി വന്നിരിക്കുന്നു എന്നതാണ്. ഈ ഒരു പ്രത്യാശ ഏത് സാഹചര്യത്തിലും സന്തോഷം അനുഭവിക്കാൻ, ആനന്ദം കൊള്ളാൻ നമുക്ക് ശക്തി നൽകുന്നതാണ്. മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ വഴികൾ പലതരത്തിലാണ്. എല്ലാവരും സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിലും പല രീതിയിലാണ് നമ്മുടെയൊക്കെ സന്തോഷങ്ങൾ. എന്നാൽ വേദപുസ്തകം നമുക്ക് നൽകുന്ന സന്തോഷത്തിൻ്റെ തലം എന്ന് പറയുന്നത് ക്രിസ്തുമസാണ്. അതാണ് കർത്താവ് സമീപസ്ഥൻ എന്ന വാക്കുകൊണ്ട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. പഴയ നിയമ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഒരു സമൂഹത്തിൻ്റെ, ദൈവജനത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു, പ്രത്യാശയായിരുന്നു ഒരു വിമോചകൻ്റെ കടന്നുവരവിന് വേണ്ടി, ഒരു മെശിഹ വരും എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അത് ലഭ്യമായപ്പോൾ ആ ജനത്തിനുണ്ടായ സന്തോഷം അതിരുകവിഞ്ഞ സന്തോഷമായിരുന്നു. അവരെല്ലാവരും ആ മശിഹയിൽ ആനന്ദം കൊണ്ടു. പക്ഷേ എല്ലാവർക്കും അത് സ്വീകാര്യമായില്ല എങ്കിലും അത് സന്തോഷകരമായ ജീവിതാനുഭവത്തിലേക്ക് ദൈവജനതയെ നയിച്ചു കൊണ്ടിരുന്നു എന്നത് വളരെ അനുഗ്രഹീതമായ ഭാവമായി. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷം എന്നും എപ്പോഴും നിലനിർത്തുക എന്നതാണ്. അതിന് ക്രിസ്തുജനനത്തിൻ്റെ ഈ സാമീപ്യം
എപ്പോഴും ഒരു പവിത്രമായ പ്രത്യാശയായി നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ കഴിയുമ്പോഴാണ് ഈ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നും നിലനിൽക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള വികലമായ അന്വേഷണത്തിൻ്റെ പാതയിലാണ്. അങ്ങനെ അന്വേഷണം നടത്തുന്ന ജനത്തിനാണ് ദൈവവചനത്തിൻ്റെ സന്ദേശം സഖരിയാവ് ഇന്ന് നമുക്ക് വാഗ്ദാനമായി നൽകിയത്. 2-ാം അധ്യായം 10-11 വാക്യം വായിക്കുമ്പോൾ, സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് ആനന്ദിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ വന്ന് നിൻ്റെ മധ്യേ വസിക്കും. ദൈവത്തെ അങ്ങോട്ട് പോയി അന്വേഷിച്ച് കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ക്രിസ്തുമസ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ഞാനിതാ വരുന്നു, ഞാൻ വരുന്നത് നിൻ്റെ മധ്യേ വസിക്കാനാണ്. അതുതന്നെയാണ് സുവിശേഷത്തിൽ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി പറയുമ്പോൾ, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ഈ ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മോട് കൂടെയാണ്, ദൈവം നമ്മോട് കൂടെയാണ്. അല്ലാതെ ഞാൻ ദൈവത്തോടു കൂടെ എന്നല്ല വാക്ക്, ദൈവം എൻ്റെ കൂടെ, നമ്മുടെ കൂടെ. ക്രിസ്തുമസ് ആഘോഷത്തിന് ഒരുങ്ങുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിൽ ഓർത്തു വയ്ക്കാനുള്ള ഒരു ആനന്ദം എന്ന് പറയുന്നത്, ദൈവം എൻ്റെ കൂടെ വസിക്കാൻ, കുടുംബമായി നമ്മൾ ഓർക്കുമ്പോൾ എൻ്റെ കുടുംബത്തോടൊപ്പം വസിക്കാൻ, സഭയായി ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മുടെ സഭയോടുകൂടെ വസിക്കാൻ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന മനോഹാരിതയാണ് ക്രിസ്തുമസ്. നമ്മൾ പുൽക്കൂടൊക്കെ കെട്ടി ആനന്ദം കൊള്ളുമ്പോൾ അതിനകത്ത് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് യേശു ജനിച്ചു എന്നുള്ളതിൻ്റെ ആ പവിത്ര സ്മരണയെ പുതുക്കി പുനഃസ്ഥാപിക്കുകയാണ്. അത് ആ പുൽക്കൂടിനകത്ത് യേശു കുഞ്ഞിൻ്റെ സ്ഥാനമില്ലാതെ പോയാൽ ആ പുൽക്കൂടിൻ്റെ പ്രസക്തി തന്നെ നഷ്ടമാവുകയാണ്. അപ്പോൾ പുൽക്കൂടിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് അവിടെ ആരൊക്കെ ഇരുന്നാലും യേശുവിൻ്റെ സ്ഥാനമുണ്ടോ, യേശുവിനെ എവിടെ വച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ പള്ളിയുടെ മുൻപിലും അങ്ങനെ നമ്മുടെ സഹോദരന്മാർ മനോഹരമായി ഒന്ന് ക്രമീകരിച്ച് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ യേശുവിനാണ് പ്രസക്തി. യേശു ഇല്ലാതിരിക്കുന്ന ഒരു സാമീപ്യമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തുമസ് അസ്ഥാനത്താണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ആഘോഷങ്ങളൊക്കെ നന്നായി നടത്തുമ്പോൾ അവിടെ യേശു എന്ന് പറയുന്നതിൻ്റെ സ്ഥാനം എവിടെയാണ്? ആ സ്ഥാനം ഉറപ്പിക്കലാണ് സമീപസ്ഥനായ ദൈവത്തിലൂടെയുള്ള ആനന്ദത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നത്. ഈ വേദവാക്യത്തിൽ നിന്നുകൊണ്ട് 1-2 ചിന്തകൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, സമീപസ്ഥനായ ദൈവം ആശ്വാസം നൽകുന്ന ആനന്ദമാണ്. സമീപസ്ഥനായ ദൈവം ആശ്വാസം നൽകുന്ന ആനന്ദമാണ്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, അതോടൊപ്പം തന്നെ അതിനോട് മുമ്പിലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ സംഭവം ഇപ്രകാരമാണ്. ലാസർ മരിച്ച വീടാണ്. അവൻ്റെ സഹോദരിയായ മാർത്തയും മറിയയും, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായമാണ്. മാർത്തയും മറിയയും വ്യാകുല ചിത്തരായിരിക്കുമ്പോൾ യേശു അവിടെ കടന്നു വരികയാണ്. യേശു കടന്നു വരുമ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഹാസമാണ്. പക്ഷേ മാർത്തയും മറിയയും കർത്താവിനോട് പറയുന്ന ഒരു വരി ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങ് ഈ വീട്ടിലുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആനന്ദം നഷ്ടമാകുമായിരുന്നില്ല. കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ സാമീപ്യം ആ വീട്ടിൽ വന്നു കയറിയപ്പോൾ അവിടെ തളം കെട്ടി നിന്നിരുന്ന ദുഃഖത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുപോലെ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വാക്ക്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. അതവിടെ സംഭവിച്ചു. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോഴും, എൻ്റെ അടുക്കൽ വരുന്നവർക്ക് ഞാൻ ആനന്ദം തരും, ആശ്വാസം തരും. അവിടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് യേശുവിൻ്റെ പവിത്രമായ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ക്രിസ്തുമസിൻ്റെ ആഴ്ചയിൽ എനിക്ക് വളരെ ശക്തമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ എത്ര കണ്ട് ആനന്ദങ്ങൾക്ക് വേണ്ടിയുള്ള, ആഹ്ലാദങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുമ്പോഴും സമീപസ്ഥനായി
ഇമ്മാനുവേലായ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തലാണ്. അല്ലാത്ത ഒരു ക്രിസ്തുമസിൻ്റെ ആനന്ദം അത് ആനന്ദമല്ല എന്ന് ഞാൻ നിങ്ങൾ ഓർക്കണം. ചുങ്കസ്ഥലത്തിരുന്നുകൊണ്ട് ചുങ്കം പിരിക്കുകയും ജീവിതത്തിൻ്റെ സമൃദ്ധിയായ ധനത്തിന് വേണ്ടിയുള്ള തത്രപ്പാട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത സക്കായിക്ക് പെട്ടെന്ന് അവൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഉൾവിളിയാണ് എഴുന്നേറ്റ് ഓടാനും ആ കാട്ടത്തിയിലേക്ക് കയറാനും ദൈവശബ്ദം കേട്ട് അവിടെ നിന്ന് ബന്ധപ്പെട്ട് താഴെ ഇറങ്ങാനും യേശുവിനോട് നടന്ന് വീട്ടിലെത്താനും അവനെ പ്രേരിപ്പിച്ചത്. ഇത്രയും കാര്യം അവൻ ചെയ്തു തീർന്നപ്പോൾ അവൻ്റെ വീട്ടിലുണ്ടായ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. അതുവരെ പണം കൊണ്ടുള്ള ആനന്ദമായിരുന്നു. പക്ഷേ ഇപ്പോൾ തനിക്കുള്ള ധനമെല്ലാം വാരിക്കളഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിനുണ്ടായ ആനന്ദമെന്ന് പറയുന്നത് ക്രിസ്തു സമീപസ്ഥനായി വീടിനകത്തും ജീവിതത്തിൻ്റെ ഉള്ളറയിലും കയറി വന്നപ്പോൾ അവൻ നിറഞ്ഞ ആനന്ദമുള്ളവനായിട്ട് മാറി. ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്ന ചുറ്റുപാട് ആനന്ദത്തിൻ്റെ വഴി അടഞ്ഞിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. നമ്മുടെ ചുറ്റുപാടുകൾ അത്രയ്ക്കും കലുഷിതമാണ്. ഒരു ചെറിയ വൈറസ് ഒരു വർഷത്തെ നമ്മുടെ ജീവിതങ്ങളെ പ്രശ്നഭംഗിലമാക്കി. സമ്പത്ത് ഘടനകൾക്ക് പ്രതിസന്ധി ഉണ്ടായി. ജോലി സാധാരണ നിലയിലൊക്കെ ഇരുന്ന ആളുകൾക്കുള്ള ജോലികളെല്ലാം തടസ്സപ്പെട്ടു. തൊഴിൽ മാന്ദ്യം. ജീവിതത്തിൻ്റെ ഒരു വർഷം നമ്മൾ പിറകോട്ട് നടന്നു നിൽക്കുകയാണ്. ഈ ഒരു വർഷത്തിൻ്റെ പുറകോട്ടുള്ള പോക്ക് ഇനി എന്ന് മുമ്പോട്ട് കയറുമെന്നുള്ളത് നമുക്ക് ആർക്കും ഒരു നിർണയം വരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാവരുടെയും ഉള്ളിൽ ചിരിയും സന്തോഷവും ജീവിതമൊക്കെ ഉണ്ട് എങ്കിലും ആശങ്കയോടെ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. ഇവിടെ ദൈവവചനം നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് ഭയപ്പെടേണ്ട, സമീപസ്ഥനായ കർത്താവ് ജീവിതത്തിൻ്റെ ആശ്വാസമാണ്, ജീവിതത്തിൻ്റെ ആനന്ദമാണ്. ഈ ക്രിസ്തുവിലൂടെ ആനന്ദം കണ്ടെത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ജീവിതത്തിൻ്റെ സാധാരണ തൊഴിലും കൊണ്ട് വനാന്തരത്തിൽ ആടുകളുമായി കഴിഞ്ഞിരുന്ന ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു വാക്ക്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊരു സന്തോഷം പറയാൻ വന്നതാണ്. ഈ സന്തോഷമെന്ന് പറയുന്നത് അങ്ങ് ബത്ലഹേമിൽ യേശു എന്ന രക്ഷിതാവ് ജാതനായിരിക്കുന്നു എന്ന ആനന്ദമാണ്. അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം. ഒരു വിമോചനമോ രോഗസൗഖ്യമോ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധിക്ക് മറ്റൊരു പരിഹാരമോ അല്ല. യേശു എന്ന രക്ഷിതാവ് ജീവിതത്തിൻ്റെ ഭാഗമാവുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ എൻ്റേതായി തീരുന്നു എന്ന ഒരു അനുഭവം വരുമ്പോഴാണ് എൻ്റെ ആനന്ദം പൂർണ്ണമാകുന്നത്. അത് ക്രിസ്തു സാമീപ്യമാണ് നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ ചിന്ത, സമീപസ്ഥനായ ദൈവം രക്ഷയുടെ ആനന്ദത്തിൻ്റെ പൂർത്തീകരണമാണ്. സമീപസ്ഥനായ ദൈവം രക്ഷയുടെ ആനന്ദമാണ്. ഈ രക്ഷ മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യമാണ്. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്ക് ഇപ്രകാരമാണ്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, അതാണ് ക്രിസ്തുമസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം: ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഇവിടെ എല്ലാം പ്രധാനമായി പറഞ്ഞിരിക്കുന്ന വാക്ക് രക്ഷിതാവ്, രക്ഷകൻ എന്ന വാക്കാണ്. ക്രിസ്തുമസ് എന്നത് സമീപസ്ഥനായി കടന്നു വന്ന ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് ലഭ്യമാകുന്ന ഏറ്റവും ആത്യന്തികമായ ആനന്ദം എന്ന് പറയുന്നത് ഞാനൊരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ ജീവിതത്തിനൊരു വീണ്ടെടുപ്പ് സംജാതമായതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അവകാശമാക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ബന്ധത്തിൽ ഞാൻ ഈ രക്ഷയുടെ അവകാശിയായി തീർന്നിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യപ്പെടൽ തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് ആഘോഷത്തിൽ ചെന്ന് തീർക്കുന്നതല്ല. എത്രമാത്രം ക്രിസ്തുമസിനെ ഞാൻ വളരെ ആഘോഷമായി നടത്തി എന്നുള്ളതല്ല ഈ രക്ഷ. എൻ്റെ ഉള്ളറയിൽ എൻ്റെ ക്രിസ്തു എൻ്റെ സമീപസ്ഥനായി എനിക്ക് വേണ്ടി എൻ്റെ അടുക്കലായിരിക്കുന്നു എന്ന് സ്വയമായി പൂർണ്ണമായ ഒരു ബോധ്യപ്പെടൽ നമുക്കുണ്ടാകണം. ഈ രക്ഷപ്പെടലാണ് നമ്മുടെ ജീവിതത്തിൽ സമീപസ്ഥനായ കർത്താവ് നമുക്ക് അവകാശമാക്കിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം പത്രോസിൻ്റെ ഒരു പ്രസംഗം അവിടെ നടക്കുകയാണ്. പത്രോസ് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് അവിടെ കൂടി വന്ന നാനാ ജാതിക്കാർ, നാനാ മതസ്ഥർ
നാനാജാതിക്കാർ പത്രോസിനോട് ഈ വാക്യങ്ങൾ മനസ്സിൽ കുത്തുകൊണ്ടിട്ട് ഒരു വിളിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഉടനെ പത്രോസ് മറുപടി കൊടുത്തത്, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. അവരെല്ലാവരും യേശുവിൽ വിശ്വസിച്ചു. അതിൻ്റെ 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം യേശു എന്ന നാമമാണ്. ഈ ക്രിസ്തുമസ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മാനവനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിൻ്റെ സാമീപ്യം ജീവിതത്തിൽ അനുഭവിക്കുക എന്നുള്ളതാണ്. അതിന് മറ്റൊന്ന് ചെയ്യാൻ നമുക്കില്ല, മറ്റൊരു പ്രവൃത്തിയില്ല. ഈ രക്ഷയുടെ അനുഭവത്തിന് വേണ്ടി യേശു എന്ന നാമം മാത്രം, ക്രിസ്തുമസ് എന്ന നാമം മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷ. അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് വിശ്വാസം കൊണ്ടും കൃപ കൊണ്ടും ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. അത് സൗജന്യമാണ്. ക്രിസ്തുമസ് സൗജന്യമാണ്. ക്രിസ്തുമസ് സൗജന്യമാണ്. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള മനസ്സ്, ആ സാമീപ്യത്തെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണം. രക്ഷയുടെ ആനന്ദമാണ് സമീപസ്ഥനായ ദൈവം നമുക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ സന്തോഷം. 3, സമീപസ്ഥനായ ദൈവം യുഗാന്ത്യ ആനന്ദത്തിലേക്ക് നയിക്കുന്നതാണ്. സമീപസ്ഥനായ ദൈവം യുഗാന്ത്യമായ ആനന്ദത്തിൻ്റെ വഴികാട്ടിയാണ്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ ഗലീലയിലോട്ട് കൊണ്ടുപോയി അവരെ കൈ ഉയർത്തി അനുഗ്രഹിച്ചു. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് അവരോട് പ്രഖ്യാപിച്ചു. എന്നിട്ട് യേശു സ്വർഗാരോഹണം പോയി. സ്വർഗാരോഹണം പോകുന്നതിനെ വളരെ ആവേശമായി നോക്കി നിന്ന യേശുവിൻ്റെ ശിഷ്യന്മാരും പ്രിയപ്പെട്ടവരും അവർക്ക് സങ്കടമായി, ദുഃഖമുണ്ടായി. തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന യേശു പൊയ്ക്കളഞ്ഞല്ലോ എന്നുള്ള ആദി. അപ്പോൾ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതന്മാർ അവരോട് പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കേണ്ട കാരണമെന്താണ്? നിങ്ങളെ വിട്ടുപോയ ഈ യേശു ഈ പോകുന്നത് പോലെ മടങ്ങി വരും. ക്രിസ്തുമസിൻ്റെ ഒരു മടങ്ങി വരവുണ്ട് എന്നുള്ളതാണ്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഒരു ലോക ജനതയുടെ കാത്തിരിപ്പായിരുന്നു മെശിഹയുടെ വരവിന് വേണ്ടി. അത് സംഭവിച്ചു. അതാണ് ക്രിസ്തുമസ്. ഇന്ന് ഞാനും നിങ്ങളും സഭയും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്നു. ലോകം കാത്തിരിക്കുന്നു. എന്തിനേറെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമി കാത്തിരിക്കുന്നു. മെശിഹ മണവാളൻ, വീണ്ടെടുപ്പുകാരൻ ഒന്നുകൂടെ ലോകത്തിലേക്ക് വന്നെങ്കിൽ എന്ന്. കാരണം അത്രയ്ക്ക് ഇന്ന് ലോകം ജീർണിച്ചിരിക്കുകയാണ്. വേദനയുടെ അനുഭവങ്ങളാണ്. തിന്മയുടെ കേളീരംഗമായി നമ്മുടെ നാടും ലോകവും മാറിയിരിക്കുന്നു. ലേഖനകർത്താവിൻ്റെ വാക്കിങ്ങനെയാണ്, ഈറ്റുനോവോടെ ഭൂമി കാത്തിരിക്കുന്നു എന്നാണ്. മണവാളൻ ഒന്ന് വീണ്ടെടുത്തെങ്കിൽ എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം മുഴുവനുള്ള വാക്യങ്ങൾ അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കി തീരുമ്പോൾ നിങ്ങളുടെ അടുക്കൽ വന്ന് പിന്നെ ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വീണ്ടും ഇമ്മാനുവേലിൻ്റെ കൂട്ടിച്ചേർക്കലിൻ്റെ അനുഗ്രഹീതമായ സന്ദേശങ്ങളാണ് അവിടെ നൽകുന്നത്. ക്രിസ്തുമസ് നഷ്ടപ്പെട്ടു പോയ ദൈവജനത്തിൻ്റെ പറുദീസ തിരികെ തരാനായിരുന്നു എങ്കിൽ അത് നമുക്ക് ലഭ്യമാക്കി തന്നു യേശുവിൻ്റെ വരവിലൂടെ. ഇനി ഈ ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിൻ്റെ പ്രയാണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു നിത്യാനന്ദത്തിൻ്റെ, തിന്മയില്ലാത്ത, വേദനയില്ലാത്ത നാട്ടിലേക്കുള്ള പ്രവേശനത്തിന് മണവാളനായി ഈ ക്രിസ്മസ് മടങ്ങി വരാനൊരുങ്ങുന്നു. അത് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ ആനന്ദത്തിൻ്റെ കാത്തിരിപ്പാണ്. സൃഷ്ടി കാത്തിരിക്കുന്നു, നമ്മൾ കാത്തിരിക്കുന്നു, ലോകം കാത്തിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ സ്തേവാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു രംഗം അവിടെ രേഖപ്പെടുത്തുന്നു. സ്തേവാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ ഇപ്രകാരം പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ജനം ആക്രോശിച്ചിട്ട് വീണ്ടും കല്ലെറിഞ്ഞ് അവനെ കൊന്നുകളഞ്ഞു. പക്ഷേ ഈ സ്തേവാനോസിൻ്റെ വാക്കുകൾ പ്രസക്തമാണ്. മണവാളൻ വരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. അവൻ്റെ ജീവിതത്തിലേക്കുള്ള ആ മണവാളൻ്റെ കാത്തുനിൽപ്പാണ് സ്തേവാനോസിനെ ഈ പ്രതിസന്ധിയിലും ഉറക്കെ വിളിച്ചു പറയാനായിട്ട് പ്രേരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, സമീപസ്ഥനായ ദൈവം യുഗാന്ത്യത്തിൻ്റെ ദർശനം നൽകുന്ന ആനന്ദമാണ്. നാളെ നമുക്ക് വീണ്ടും ഒരു കൂട്ടിച്ചേരലുണ്ട്. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആ സംരക്ഷണത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മണവാളൻ
നമ്മുടെ രക്ഷകൻ, നമ്മുടെ വചനമായ ക്രിസ്തു വീണ്ടും ഇമ്മാനുവേലായി നമ്മുടെ അടുക്കിലേക്ക് വരാനൊരുങ്ങുന്ന ഒരു യുഗാന്ത്യ ദർശനവും ആനന്ദവും നമുക്കുണ്ട്. നമ്മുടെ ക്രിസ്തുമസ് ആഘോഷവും ആരാധനകളെല്ലാം അവിടെ എത്തിച്ചേരാനുള്ള ഒരു ചുണ്ടുപലക മാത്രമാണ്. അപ്പോൾ ക്രിസ്തുമസ് പ്രത്യാശയുടെ ആനന്ദമായി, രക്ഷയുടെ ആനന്ദമായി, യുഗാന്ത്യ ദർശനത്തിൻ്റെ ആനന്ദമായി കൈക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. 2020 വർഷത്തെ ഈ ക്രിസ്തുമസിൻ്റെ ആഴ്ചവാൽ, ഈ ക്രിസ്തുമസിൻ്റെ നാളുകൾ ഈ സമീപസ്ഥനായ ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുമസിനെ ഏറ്റെടുത്തു എന്ന് ബോധ്യപ്പെട്ട് ക്രിസ്തുമസിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അതിന് വലിയവനായ ദൈവം എല്ലാ കൃപകളും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായും ആശീർവാദത്തിനായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സമീപസ്ഥനാണ് എന്ന് ബോധ്യപ്പെടുവാൻ സഹായിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാമീപ്യം എന്നും ഞങ്ങൾക്ക് ആനന്ദമാണ്. അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ള യാത്ര അനുഗ്രഹമാണ്. ഈ ക്രിസ്മസ് നാളുകൾ സമീപസ്ഥനായി വന്ന ദൈവത്തെ പൂർണ്ണമായി ജീവിതത്തിൽ ഏറ്റെടുത്ത് ആ സാമീപ്യം കൊണ്ടുള്ള ആനന്ദത്തിൻ്റെ നിർവൃതി അനുഭവിപ്പാൻ ദൈവം ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ. ഈ ആരാധനയ്ക്കായി സ്തോത്രം. പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ആരാധനയിൽ ആയിരിക്കുന്ന ഓരോ അങ്ങയുടെ മക്കളെയും സുരക്ഷിതരായി കാത്ത് ഈ ആഴ്ച മുഴുവനും ദൈവകൃപ അനുഭവിപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. കർത്താവെ, ആരാധനയിൽ നേതൃത്വം വഹിക്കുന്ന പ്രിയ അച്ഛന്മാർക്കായി സ്തോത്രം. നിങ്ങളെല്ലാവരെയും കൃപയിലേക്ക് സമർപ്പിക്കട്ടെ. അവിടുത്തെ കരുതലുള്ള കരങ്ങളിൽ എന്നും എപ്പോഴും സുരക്ഷിതരായിരിക്കാൻ സഹായിക്കണം. എല്ലാ പുകഴ്ചയും മഹത്വവും കർത്താവിന് തന്നെ ആയിരിക്കട്ടെ. യേശുമിശിയുടെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന നല്ല പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സാന്നിധ്യവും പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.